ഹലോ, ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് മുത്തുകൾ, 2 ഈവിളയുടെ മുത്തുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരെണ്ണം യൂസ് ചെയ്തുള്ളൂ. പിന്നെ ഇതുപോലെ ത്രെഡ്, അതുപോലെ തൂവൽ, ഇതുപോലത്തെ റിങ് ഒക്കെ ആവശ്യമാണ്. ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഈ റിങ് ഫുള്ള് ചുറ്റി കൊടുക്കുക. ഈ ഒരു മൊത്തം പ്രൊസീജിയറിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയർ ഇതാണ്. ഇതിൻ്റെ ത്രെഡ് മുഴുവൻ ചുറ്റിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. നമുക്കിഷ്ടമുള്ള ത്രെഡൊക്കെ യൂസ് ചെയ്യും. ഞാനിവിടെ ബ്ലൂ ആണ് എടുത്തേക്കുന്നത്. ഒരു 2 റിങ്ങിന് ബ്ലൂവും 2 റിങ്ങിന് വൈറ്റും അങ്ങനെ ഒരു മിക്സ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. എല്ലാതും ചെയ്തതായി ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓരോ റിങ്ങിലും സെപ്പറേറ്റ് വല പോലെ നമുക്ക് നെയ്തെടുക്കേണ്ടതുണ്ട്. അതിനൊരു റിങ് എടുത്തിട്ട് നമ്മുടെ ത്രെഡ് അതിൻ്റെ ഒരു സൈഡിൽ നല്ല ടൈറ്റായിട്ട് കെട്ടുക. കെട്ടിയതിന് ശേഷം ഈ റിങ്ങിന് ചുറ്റും കൃത്യമായൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മളിങ്ങനെ കോർത്ത് പോവുക, ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ. പിന്നെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതായതുകൊണ്ട് തന്നെ നൂലിളക്കി പോകാണ്ടിരിക്കാൻ കണ്ടോ, ഈ ഒരു ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ ഇവിടെ ഞാൻ വെക്കുന്നത്. ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്യുക. ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അങ്ങനെ ഈ റിങ് ചുറ്റും ഇതുപോലെ ഒന്ന് കെട്ടുക. റൗണ്ട് ചുറ്റി വന്നതിന് ശേഷം സെക്കൻഡ് റൗണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ത്രെഡിൻ്റെ നടുക്കായിട്ട് വേറൊരു ത്രെഡ് കൊണ്ട് ലോക്ക് ചെയ്യണം, ഇതുപോലെ. എന്നിട്ട് നേരെ അപ്പുറത്തുള്ള ത്രെഡിലേക്ക് ഇത് കണക്ട് ചെയ്ത് അങ്ങനെ അറ്റം വരെ ഈ ഒരൊറ്റ നൂല് കൊണ്ട് കണക്ട് ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു സ്റ്റാർ ഷേപ്പ് കിട്ടുന്നതായിരിക്കും. ലാസ്റ്റ് ഒരു മുത്ത് ഇട്ടിട്ട് അതിനെ ലോക്ക് ചെയ്യുക. വെറുതെ കെട്ടുന്നതിന് ഒരു മുത്തിൻ്റെ ഉള്ളിൽ കൂടെ അത് കോർത്തതിന് ശേഷം എന്നിട്ട് നൂലിൽ ലോക്ക് ചെയ്താൽ നല്ല സെറ്റായിട്ടിരിക്കും. ഇങ്ങനെ ലാസ്റ്റ് വരുന്ന നൂല് വെട്ടിക്കളയാം. ഇപ്പോൾ ഒരു സ്റ്റാർ ഷേപ്പല്ലേ കാണുന്നത്. ഇത് നമ്മളൊരു 6 പോയിൻ്റാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സ്റ്റാർ ഷേപ്പ് വന്നത്. അതെനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആവത്തുണ്ട്. ഞാനത് അഴിച്ച് വീണ്ടും കെട്ടി. അതാണ് ഏറ്റവും വലിയ റിങ്. കണ്ടോ, ഇപ്പോൾ വൈറ്റ് കളർ ത്രെഡ് ഇട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിനൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അത് ഞാൻ നല്ലവണ്ണം ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് 6 പോയിൻ്റ് സെറ്റ് ചെയ്ത്. ഇപ്പോൾ 6 പോയിൻറ്റിന് പകരം കുറച്ചധികം എടുത്തു. അപ്പോഴാണ് ഈ ഒരു ഭംഗിയുള്ള വല പോലെ വന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പരമാവധി ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള വല നമുക്ക് നെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം ഈ ഒരു ഡിസൈനിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഡിസൈൻ വെച്ചിട്ട് ത്രെഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഓരോ റിങ്ങും തമ്മിൽ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു റിങ് വെച്ചോ അല്ലെങ്കിൽ 2 റിങ് വെച്ചോ എത്ര റിങ് വെച്ചോ വേണമെങ്കിലും ഡ്രീം ക്യാച്ചർ സെറ്റ് ചെയ്യാൻ നമ്മുടെ ഇഷ്ടമുള്ള ഡിസൈൻ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് തൂവലിൻ്റെ പരിപാടിയാണ്. നമ്മൾ വാങ്ങുന്ന തൂവൽ എപ്പോഴും ഒട്ടി പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് എടുത്തൊന്ന് വിടർത്തി കൊടുക്കുക. അതിനുശേഷം ഈ തൂവലുകൾ എങ്ങനെ അറേഞ്ച് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നിട്ട് നമുക്ക് തൂവലുകൾ വിട്ടു പോകാണ്ടിരിക്കാൻ പശ വെച്ചിട്ട് പിന്നെ ത്രെഡ് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് സെറ്റാക്കി എടുക്കണം, ഇതുപോലെ. എന്നിട്ട് ഈ തൂവൽ നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇതിൽ നമുക്ക് കുറേ മുത്തുകളൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഈവിളയുടെ ഒരു മുത്തും അതുപോലെ വേറെ 2 വൈറ്റ് കളർ മുത്താണ് ആഡ് ചെയ്യുന്നത്. ഒരു സ്ഥലത്തേക്ക് മാത്രമേ ഇത് സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതാണൊരു ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.